ഒരു മനുഷ്യൻ CPM വർക്കല പുത്തച്ചന്ത ബ്രാഞ്ച് PS എങ്ങനെയാട്ടാ ഒരു ഓർമ്മ? PS-ൻ്റെ ഓർമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സമരനായകൻ. അതൊരു വലിയ കാര്യമാണ്. പഴയ കർഷക തൊഴിലാളികളെയും സംഘടിപ്പിച്ച് സമരം തുടങ്ങിയ ആളാണ്. സമരത്തിൻ്റെ നായകൻ. അതാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ. പക്ഷേ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തും ആ സമരത്തിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോയിട്ടില്ല. ഇല്ല ആ സമരത്തിൽ പിന്നോട്ട് പോയിട്ടില്ല. അത്രയും സൗമ്യനായ നല്ലൊരു മനുഷ്യനായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനം, സംസ്ഥാന സെക്രട്ടറി സ്ഥാനം, ഒരുപാട് കാര്യങ്ങൾ വഹിച്ചിട്ടുള്ള ആളാണ്. 91 വരെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. മൂന്ന് തവണ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അതെ, അതുതന്നെയാണ് ഒട്ടേറെ ആൾക്കാർ ഇവിടെയൊക്കെ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നതുകൊണ്ട് വളരെ ഞെരിഞ്ഞാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. എങ്ങനെയാണ് ചേട്ടാ PS ഓർക്കുക? PS കുറിച്ച് പറയാൻ ഇതിനകത്തൊരു ദേശീയ നേതാവ് നമ്മുടെ ജീവിത ചരിത്രത്തിലുണ്ടായിട്ടില്ല. എല്ലാവർക്കും അറിയാവുന്നൊരു വ്യക്തിത്വമാണ്. ഏറ്റവും കൂടുതൽ പുള്ളി വഹിച്ചിട്ടുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനി ഉൾപ്പെടെ പല വിപ്ലവ ഘട്ടങ്ങളിലും പുള്ളി ജയിലിൽ കിടക്കുകയും കഠിനാധ്വാനം. ഇപ്പോഴത്തെ ഒരു സഹാക്കന്മാർ അങ്ങനെ ഉണ്ടായിട്ടില്ല. പഴയ തലമുറയിൽ നിന്നും 3-4 തലമുറയോളം വന്നൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ചവിട്ടി പതിച്ച് തയ്യാറാക്കി നടന്ന മണ്ണിലല്ലേ ഇപ്പോൾ കാലൂന്നി നിൽക്കുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യം വളരെ വ്യക്തിത്വമുള്ളൊരു മനുഷ്യനായിരുന്നു. അതിനെക്കൊണ്ടൊരു സഹാവ് ഉണ്ടാവില്ല. ഇതുതന്നെയാണ് രാവിലെ മുതൽ അല്ലെങ്കിൽ ഇന്നലെ മുതൽ അദ്ദേഹത്തെക്കുറിച്ച് ഓരോ ആൾക്കാരുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ഇനി ഇതുപോലൊരു സഖാവ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഓരോ ആൾക്കാർക്കും പറയാനുള്ളത്. അവർക്കൊക്കെ തന്നെ VS എന്ന് പറയുന്ന ഒരു വല്ലാത്ത വികാരമാണ്. പത്തനാപുരത്ത് നിന്നുള്ള ആൾക്കാരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പത്തനാപുരത്ത് നിന്നാണല്ലേ? എന്താണ് ഒരു VS എന്നൊരു ഓർമ്മ? VS-നെ കുറിച്ചുള്ള ഓർമ്മ, ആദ്യത്തെ ഓർമ്മയെന്ന് പറയുന്നത് എൻ്റെ മകൻ മരിച്ച സമയത്ത് എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങളോട് ഒരുപാട് സ്നേഹത്തോടുകൂടെ ഇടപെട്ട ഒരു വ്യക്തി എന്നുള്ളതാണ്. ഒരുപാട് സ്നേഹം, ഒരു 1-2 വാക്കുകളാണെങ്കിൽ പോലും വളരെ ആത്മാർത്ഥമായിട്ട് വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആ മരണസമയത്ത് ഞങ്ങളെ സമാധാനിപ്പിച്ചൊരു ഓർമ്മ എൻ്റെ മുന്നിൽ എപ്പോഴും ഉണ്ട്. ടാഴി വടക്കേക്കര പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഞാൻ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ എല്ലാം എപ്പോഴും മരിക്കാത്ത ഓർമ്മകളാണ്. ഒരുപാട് ജീവിത പ്രതിസന്ധികളെ തളരാതെ ചെറുപ്പകാലം മുതൽ മുന്നോട്ട് വന്ന കാര്യങ്ങളെക്കുറിച്ച്, അമ്മയുടെ അസുഖവുമായി ബന്ധപ്പെട്ട് അമ്മയുടെ മരണം നടന്ന, അച്ഛൻ്റെ മരണം നടന്ന, ആരും ഇല്ലാതായ അവസ്ഥ, അതിലെല്ലാം പിടിച്ചു നിന്ന് ഇത്ര വരെ 102 വയസ്സ് വരെ 101 വയസ്സ് വരെ അദ്ദേഹത്തിന് ജനങ്ങളെ സേവിക്കാൻ കഴിഞ്ഞു. അതാണ് ഏറ്റവും വലിയ ഓർമ്മ. മരിക്കാത്ത ഓർമ്മകൾ തന്നെയാണ്. അതാണ് കണ്ണേ കരളെ VS, ഞങ്ങളുടെ റോസാപ്പൂവ്. അത് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്. മുദ്രാവാക്യം വിളിക്കുന്നത് അത് തന്നെ. ഞങ്ങളുടെ പാവങ്ങളുടെ നേതാവാണ്. ആ സഖാവിനെ കാണുന്നതിന് വേണ്ടിയാണ് ഇത്ര ത്യാഗം സഹിച്ചാലും ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ കൊട്ടിയത്താണ് വന്നത്, ആറ്റിങ്ങൽ പോകാനായിട്ടാണ് വന്നത്. ഞങ്ങളുടെ സഖാവിനെ കണ്ടിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. ഞാനും ഒരു അല്ല, ഞാൻ ജനപ്രതിനിധിയാണ്. പട്ടാഴിക്കാരാണ്. പട്ടാഴി വടക്കേക്കര ഡിവിഷൻ മെമ്പറാണ്, പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത്. എന്താ VS-നെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ടോ? സംസാരിച്ചിട്ടില്ല, കണ്ടിട്ടുണ്ട്. പത്തനാപുരത്ത് നിന്ന് വരുവാണ്. ഞങ്ങളുടെ നേതാവിനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. പിന്നെ ഒരിക്കലും മരിച്ചെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു, നമ്മുടെ ജനങ്ങളുടെ, പാവങ്ങളുടെ ഇടയിൽ ഒരു വലിയ സമര സഖാവാണ്. നിരവധിയായ സമര പോരാട്ടങ്ങളിലൂടെ പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ചൊരു സഖാവാണ്. ഇപ്പോൾ നമ്മൾ 3 ആൾക്കാരോട് സംസാരിച്ചു. അതിലൊരാൾ വ്യക്തിപരമായിട്ടുള്ള കാര്യം, മകൻ മരിച്ച സമയത്ത് ആശ്വസിപ്പിക്കാനെത്തിയ VS. രണ്ടാമത് ഞങ്ങൾ പാവപ്പെട്ടവരുടെ നേതാവാണെന്ന് പറയുന്നത് രണ്ടാമത്തെ ആൾ പറയുന്നു. മൂന്നാമത്തെ ആൾ പറയുന്നു ഞങ്ങൾക്ക് ഒരു വീര ഇതിഹാസമാണ് VS എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഓരോ ആൾക്കാർക്കും ഓരോ അനുഭവങ്ങളാണ് VS അച്യുതാനന്ദനെ കുറിച്ചുള്ളത്. അദ്ദേഹം ചവിട്ടി മെതിച്ച് കുട്ടനാട്ടിൽ നിന്ന് കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നടന്നുപോയ ആ ചെളി മണ്ണ് ചവിട്ടി മെതിച്ചതിന് സമാനമായി അദ്ദേഹം കേരളത്തിലങ്ങോളം ഇങ്ങോളം, രാജ്യത്തെങ്ങോളം ഇങ്ങോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പരിസരങ്ങളിൽ VS എന്ന പേരിന് വലിയ പ്രാധാന്യമുണ്ട്. ഓർമ്മകളുടെ കടലിരമ്പമാണ്.